ഹായ് ഫ്രണ്ട്സ്, വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമും വേദയും കൂടെ ശ്രീകാന്തിൻ്റെയും പോലീസുകാരുടെയും കണ്ണിൽപ്പെടാതെ അനിയൻകുട്ടനെ ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തി ഇടുക്കിയിലുള്ള രാജാക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒളിവിൽ താമസിക്കുകയാണ്. ശ്രീകാന്ത് ആണെങ്കിൽ വിക്രമിന്റെ കൂട്ടുകാരെ തട്ടിക്കൊണ്ടുവന്ന് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർക്ക് പോലും അനിയൻകുട്ടനെയും കൂട്ടിക്കൊണ്ട് വിക്രമും വേദയും എങ്ങോട്ടേക്കാണ് പോയെന്നുള്ളത് അറിയുന്നില്ല. ഇനി അഥവാ അറിയാമെങ്കിൽ പോലും അതൊന്നും തന്നെ ശ്രീകാന്തിനോട് പറയാനും അവർ കൂട്ടാക്കുന്നില്ല. ആ ഒരു ദേഷ്യത്തിൽ തന്നെ ശ്രീകാന്ത് അവരെ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. വിക്രമും വേദയും പറയുന്നുണ്ട്, ഇനി നമുക്ക് അധികം നാളൊന്നുമില്ല, എത്രയും പെട്ടെന്ന് തന്നെ അനിയൻകൂട്ടം പൂർണ്ണമായിട്ടും റിക്കവർ ആവണം. അവനല്ലേ അറിയാവുള്ളൂ പുളിക്കിനെ കൊന്നത് ആരാണെന്നൊക്കെയുള്ള സത്യങ്ങൾ. അവൻ കോടതിക്ക് മുമ്പിൽ സത്യം വെളിപ്പെടുത്തിയാൽ മാത്രമേ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാനാവുകയുള്ളൂ. അധികം നാൾ നമുക്കിവിടെ പിടിച്ചു നിൽക്കാനാവില്ല. ഏത് സമയത്തും നിന്റെ ചേട്ടനും അയാളുടെ ഗുണ്ടകളും കൂടി ഇങ്ങോട്ടേക്ക് അതിക്രമിച്ച് വരും. ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ പോലും ആയെന്ന് വരില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് വിക്രം പറയാട്ടോ. വേദ പറയുന്നുണ്ട്, അനിയൻകുട്ടൻ്റെ മനസ്സിലുള്ള പേടി മാറ്റണം, അവനെ നോർമലാക്കിയേ പറ്റുള്ളൂ. അതിന് നമ്മൾ ഉടനെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുകയാണ്. പോലീസുകാർ വിക്രമിനെ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്. വിക്രം പറയുന്നുണ്ട്, എന്തായാലും ആ പുള്ളി പറഞ്ഞ പോലെ അനിയൻകുട്ടനെ അങ്ങേരുടെ അടുത്തേക്ക് കൊണ്ടുപോകാം. വേണ്ട രീതിക്ക് ചികിത്സ കിട്ടുമ്പോഴേക്കും അനിയൻകുട്ടൻ പെട്ടെന്ന് റിക്കവർ ആയാലോ. എന്തായാലും നമ്മളിപ്പോൾ ഇച്ചിരി ദൂരെയല്ലേ, പെട്ടെന്നൊന്നും അവർക്ക് ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ കഴിയില്ല എന്ന് തന്നെ വിക്രം പറഞ്ഞ് സമാധാനിക്കുകയാണ്. അങ്ങനെ അധികം വൈകാതെ തന്നെ അനിയൻകുട്ടനെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. അനിയൻകുട്ടനെ പരിശോധിച്ച ഡോക്ടർ ഇവരോട് പറയുന്നുണ്ട്, ഇത് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയ കാര്യമൊന്നുമല്ല, പെട്ടെന്നുണ്ടായ ഷോക്കിൽ പാനിക്കായതാണ്. ഇത് അധികം നാളൊന്നും നീണ്ടു നിൽക്കില്ല. ഒരുപാട് നാളത്തെ ചികിത്സയുടെ ആവശ്യവുമില്ല. പെട്ടെന്ന് തന്നെ ഇയാൾ റിക്കവർ ആകും. ഇയാളുടെ മനസ്സിൽ ഒരു പേടി കടന്നു കൂടിയിട്ടുണ്ട്. ആ പേടി മാറുമ്പോഴേക്കും ഇയാളുടെ സ്വബോധത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് തന്നെ ആ ഡോക്ടർ പറയുക കേട്ടോ. അത് കേൾക്കുമ്പോൾ അവർക്ക് ഒരുപാട് ആശ്വാസമാവുന്നുണ്ട്. അനിയൻകുട്ടന് കഴിക്കാനുള്ള മെഡിസിനും ഒക്കെ ആ ഡോക്ടർ തന്നെ ഇവരുടെ കയ്യിൽ കൊടുത്തു വിടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഗുളികകളൊക്കെ ഒരാഴ്ച മുടങ്ങാതെ കൊടുക്കണം. എന്നിട്ട് മാറ്റമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ട്രീറ്റ്മെന്റിലേക്ക് പോകാം എന്ന് പറയുകയാണ് ആ ഡോക്ടർ. അങ്ങനെ ഡോക്ടർ കൊടുത്ത മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് തന്നെ അനിയൻകുട്ടനെയും കൂട്ടി ഇവർ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ ശ്രീകാന്ത് ഇവരെ മൂന്നുപേരെയും കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. അത് മാത്രമല്ല, വാസവൻ വിക്രമനെതിരെ കൊടുത്ത കേസ് പിൻവലിക്കുകയും ചെയ്തല്ലോ. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാകുമെന്നുള്ളൊരു പേടി ചന്ദ്രശേഖരനും അതുപോലെ ശ്രീകാന്തിനുമുണ്ട്. തൻ്റെ വരുണിൻ്റെ കൊലയ്ക്ക് പിന്നിൽ ശ്രീകാന്താണോ എന്ന് ദീപ്തിക്ക് ഇപ്പം നല്ല സംശയമുള്ളതുകൊണ്ട് തന്നെ ശ്രീകാന്തിൻ്റെ ഓരോ ചലനങ്ങളും ദീപ്തി വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ശ്രീകാന്തിൻ്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റവും അവനെ ഈ കാണിച്ചു കൂട്ടുന്ന അതിക്രമങ്ങളും എല്ലാം കണ്ട് ശങ്കരനാരായണനും അതുപോലെ പത്മത്തിനും ഒക്കെ നല്ല പേടിയാവുന്നുണ്ട്. പത്മം ശങ്കരനാരായണനോട് പറയുന്നുണ്ട്, ശങ്കരേട്ടാ, ശ്രീകാന്ത് ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ കാണുമ്പം എനിക്ക് പേടിയാവുക. നമ്മുടെ 2 പെമ്മക്കളുടെ ജീവിതമാണ് അവൻ ഇല്ലാതാക്കിയത്. വേദയും ദീപ്തിയും അവർക്ക് ഇഷ്ടപ്പെട്ട ജീവിതമാണ് തിരഞ്ഞെടുത്തത്. നമ്മൾ അതിനെ അനുകൂലിച്ചില്ല. എങ്കിലും അവരുടെ ജീവിതം ഇങ്ങനെ കണ്ണീരിലാകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലല്ലോ. പക്ഷേ ശ്രീകാന്ത് ഇങ്ങനെ എടുത്തുചാടി ഓരോന്ന് ചെയ്യുന്നതുകൊണ്ട് അത് അവരുടെ ജീവിതത്തെ തന്നെയല്ലേ ബാധിക്കുന്നത്. എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു ശങ്കരേട്ടാ. അന്ന് അവൻ പറഞ്ഞത് ഓർമ്മയില്ലേ, ദീപ്തിയോടും വേദയോടുമുള്ള സ്നേഹത്തിന് പുറത്തൊന്നും അല്ല അവൻ ഇങ്ങനെ ചെയ്യുന്നത്. അവർക്കും കൂടിയുള്ള സ്വത്തുക്കളെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണോ ശ്രീകാന്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്കിപ്പം നല്ല സംശയമുണ്ട്. അതുകൊണ്ട് ശ്രീകാന്തിൻ്റെ ഈ പോക്ക് അത്ര നല്ലതിനല്ല. കാര്യമായിട്ട് നമ്മൾ ഇടപെടണം എന്നൊക്കെ തന്നെ പത്മം പറയുക കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ പത്മം? നമ്മുടെ മക്കൾ നമ്മൾ പറയുന്നത് കേട്ടല്ലല്ലോ ജീവിക്കുന്നത്. എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ ചെയ്യുന്നത്. സ്വന്തം വീടിനകത്ത് ഇത്രയും നീതികേടും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ കോടതിക്ക് മുമ്പിൽ വരുന്ന കേസിലൊക്കെ ഒരു നീതി പറയും? എനിക്കറിയാൻ മേല. ഇതൊക്കെ പുറം ലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തുമാത്രം വലിയൊരു നാണക്കേടാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ളത് നിനക്കറിയാമല്ലോ പത്മം. എന്നാലും വേദ പറഞ്ഞ പോലെ തന്നെ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് എൻ്റെയും മനസ്സിലെ ആഗ്രഹം. എന്തായാലും നമുക്ക് നോക്കാം പത്മം, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാനാവും എന്നൊക്കെ തന്നെ ശങ്കരനാരായണൻ പറയുകയാണ്. പത്മത്തിനാണെങ്കിലും വേദയുടെയും ദീപ്തിയുടെയൊക്കെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ്. ശങ്കരനാരായണൻ പറയുന്നുണ്ട്, വേദ പറയുന്ന പോലെ ശ്രീകാന്താണ് വരുണിൻ്റെ കൊലയ്ക്ക് പിന്നിലെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ശിക്ഷ തന്നെ ഞാൻ അവന് മേടിച്ചു കൊടുക്കും. ആ സമയത്ത് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് സ്വന്തം മകനാണെന്നുള്ളൊരു പരിഗണന പോലും ഞാൻ അവന് കൊടുക്കില്ല. തെറ്റു ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം. ഇത്രയും കാലത്തെ എൻ്റെ സർവീസിൽ ഒരിക്കൽ പോലും ഞാൻ ഒരു നീതികേട് കാണിച്ചിട്ടില്ല. നീതി ന്യായവും നോക്കി മാത്രമേ ഞാൻ വിധി കൽപ്പിക്കാറുള്ളൂ. അത് തന്നെ ഇക്കാര്യത്തിലും നടക്കുമെന്ന് ശങ്കരനാരായണൻ പറയുകയാണ്. അതേ സമയത്ത് വാസവന്റെ ഗുണ്ടകളും കൂടി ചേർന്ന് വരുണിൻ്റെയും പുളിക്കൻ്റെയും കൊലയ്ക്ക് പിന്നിലെ ആരാണെന്നൊക്കെ ഉള്ളത് ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അവർക്കും ഇതുവരെ ഒരു തെളിവും തന്നെ കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ സാധിക്കുന്നുണ്ടോ എന്നൊരു സംശയം വാസവന് തോന്നിയത്. തൻ്റെ കൂടെ നിന്ന് തൻ്റെ കാല് വരാൻ നോക്കുന്ന ഒരു ഒറ്റുകാരൻ കൂട്ടത്തിലുണ്ടെന്ന് വാസവൻ മനസ്സിലാക്കുകയും അയാളെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. ജോണിയാണ് തൻ്റെ കൂടെ നിന്ന് തന്നെ ചതിച്ചതെന്ന് വാസവന് മനസ്സിലാവുകയാണ്.
അവസാനം ജോണി വാസുവിന്റെ കെണിയിൽ പെടുകയും വാസുവൻ അയാളെ ശരിക്കും ഒന്ന് കുടഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആർക്ക് വേണ്ടിയാടാ, ആർക്ക് വേണ്ടിയാ നീ ഇത്രയും നാളും എൻ്റെ കൂടെ നിന്ന്, ആർക്ക് വേണ്ടിയാ ഇത്രയും നാളും നീ രഹസ്യങ്ങളൊക്കെ ചോർത്തി കൊടുത്തത്, ആരാണ് നിന്നെ സ്വാധീനിച്ചത്, അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വാസുവൻ അയാളിൽ നിന്നും ചോദിച്ചറിയുകയാണ്. എൻ്റെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാവല്ലോ ജോണി, ഇത്രയും നാളും നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനൊരു ഒറ്റുകാരൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അയാളെ എന്ത് ചെയ്യുന്നൊക്കെയുള്ളത് നിനക്കറിയാവല്ലോ. മറ്റെന്തായിരുന്നെങ്കിലും ഞാൻ ക്ഷമിച്ചേനെ. പക്ഷേ എൻ്റെ മോൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു അന്വേഷണത്തിൽ നീ എന്നെ ചതിക്കാൻ പാടില്ലായിരുന്നു ജോണി എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ജോണിയെ പൊതിരെ തല്ലുകയാണ് വാസവൻ. അവസാനം ജീവന് തന്നെ ഭീഷണിയാവുമെന്ന് മനസ്സിലാകുമ്പോഴേക്കും ജോണി ആ സത്യങ്ങളെല്ലാം തന്നെ വാസുവിനോട് തുറന്നു പറയുന്നുണ്ട്. ശ്രീകാന്ത് സാറിനും അയാളുടെ അമ്മായച്ചനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ രഹസ്യങ്ങളൊക്കെ ചോർത്തിയതെന്ന്. പുളിക്കൻ എവിടെയാണെന്നുള്ള വിവരം കിട്ടിയപ്പോഴേക്കും വിക്രമിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുളിക്കനെ കണ്ടെത്താനായിട്ട് പോയില്ലേ, അന്ന് അയാൾ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ജീവന് ഭീഷണിയാണെന്ന് അറിയുമ്പോഴേക്കും പുളിക്കൻ എന്തായാലും സാറിനോട് സത്യം പറയുന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് എന്നെ ഉപയോഗിച്ച് അവർ അങ്ങനെ ഒരു നീക്കം നടത്തിയത്. സാർ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ പുളിക്കനെ തട്ടിക്കളയാനായിരുന്നു അവരുടെ പ്ലാൻ. അന്ന് ഞാനും ജോസഫും തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അനിയൻകുട്ടൻ മാത്രമല്ലേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അനിയൻകുട്ടൻ ഫുഡ് മേടിക്കാൻ പോകുന്ന സമയം നോക്കിയാണ് അവരെങ്ങോട്ടേക്ക് ചെന്നതും പുളിക്കനെ കുത്തി കൊലപ്പെടുത്തിയതും. എന്നാൽ ആ സമയത്ത് അനിയൻകുട്ടൻ തിരിച്ചു വരികയും കൊലപ്പെടുത്തുന്നത് കാണുകയും ചെയ്തുകൊണ്ടാണ് അനിയൻകുട്ടനെ സമനില തന്നെ തെറ്റിയത്. പുളിക്കനെ കൊന്നതിനൊരു ദൃക്സാക്ഷി ഉണ്ടെന്നും അത് അനിയൻകുട്ടനാണെന്നുള്ള കാര്യം ഞാൻ തന്നെയാണ് അറിയിച്ചെന്നൊക്കെയുള്ളത് അയാൾ തന്നെ വാസുവിൻ്റെ അടുത്ത് തുറന്നു പറയുകയാണ്. ഇതൊക്കെ എന്തിനാണ് അയാൾ ചെയ്തത്, എൻ്റെ മോനെ എന്തിനാ അയാൾ കൊന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ വാസുവൻ. അപ്പോഴേക്കും ജോണി പറയുന്നുണ്ട്, സാർ അത് പിന്നെ സാർ ദീപ്തിയും വരണും തമ്മിലുള്ള കല്യാണം നടത്താം എന്നുള്ളൊരു ധാരണയോട് കൂടിയാണല്ലോ അവർ സാറിനെ കാണാൻ വന്നത്. ശരിക്കും അവർ സാറിനെ ചതിക്കുകയായിരുന്നു. വരുണിനെ കൊലപ്പെടുത്തി ആ കൊലക്കുറ്റം വിക്രമിന്റെ തലയിലിട്ട് വിക്രമിനെ ജയിലിൽ അടയ്ക്കാനായിരുന്നു അവർ പ്ലാൻ ചെയ്തത്. അന്ന് ശ്രീകാര്യം ശ്രീനിവാസന്റെ വലങ്കയായിരുന്ന പുളിക്കനെ ഇവർ ഇതുപോലെ സ്വാധീനിച്ചു. വരുണിനെ കൊന്നത് വിക്രമാണെന്ന് പ്രചരിപ്പിക്കാൻ അവർ പുളിക്കനെ ഉപയോഗപ്പെടുത്തി. പുളിക്കൻ പിടിക്കപ്പെടുമെന്നായപ്പോഴേക്കും പുളിക്കനെയും അവർ ഇല്ലാതാക്കി. അതുപോലെ എൻ്റെ കാര്യവും അത്രേ ഉള്ളൂ സാർ. എന്നെയും അവരെ ഏത് നിമിഷം വേണമെങ്കിലും കൊല്ലാം. ഒന്നുകിൽ അവരുടെ കൈകൊണ്ട് ഇല്ലെങ്കിൽ സാറിൻ്റെ കൈകൊണ്ട് മരണം ഉറപ്പാണെന്നുള്ളത് എനിക്കറിയാമെന്നൊക്കെ തന്നെ അയാൾ പറയുകയാണ്. ഇയാളുടെ വായിൽ നിന്നും സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ വാസവനാണെങ്കിലും നല്ല ദേഷ്യത്തിലാണ് കേട്ടോ. വാസവന്റെ ഗുണ്ടകളോട് പറയുന്നുണ്ട്, ഇവനെ കൂട്ടത്തിൽ നിന്ന് നമ്മളെ ചതിച്ചവനാ, ഇവൻ ഇനി പുറം ലോകം കാണാൻ പാടില്ല, ഇവന്റെ കാര്യം അങ്ങ് തീർത്തേരെന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് അയാൾ നേരെ വീട്ടിലോട്ട് തന്നെ പോകുന്നുണ്ട്. ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ ഇത്രയും വലിയൊരു ചതിയാണല്ലോ ചെയ്തേ, എൻ്റെ മോൻ്റെ ജീവൻ വെച്ചിട്ടായിരുന്നു ഇവർ ഈ കളികളെല്ലാം കളിച്ചെന്നൊക്കെ അറിയുമ്പോഴേക്കും അവരോട് അടങ്ങാത്ത ദേഷ്യമാകുകയാണ് കേട്ടോ. അങ്ങനെ ദീപ്തിയെ വിളിച്ചിട്ടും വാസുവിന് ഈ സത്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. മോളെ, എല്ലാം ചെയ്തത് നിന്റെ ചേട്ടൻ തന്നെയായിരുന്നു. ഇതിനോടകം ശ്രീകാന്ത് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. അവനെ നാട് വിടാൻ ഞാൻ സമ്മതിക്കില്ല മോളെ. ഞാൻ ഉടനെ തന്നെ മോളുടെ വീട്ടിലേക്ക് വരാം. മോളുടെ അച്ഛനെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അദ്ദേഹത്തോട് പറയാനുണ്ടെന്നൊക്കെ വാസവൻ പറയുകയാണ്. അപ്പോഴേക്കും കൂട്ടത്തിലുള്ള ഒറ്റുകാരനെ വാസവൻ കണ്ടുപിടിച്ചെന്നും ജോണി അയാളുടെ കൈകളിൽ അകപ്പെട്ടു എന്നുള്ളതൊക്കെ ശ്രീകാന്തും അതുപോലെ ചന്ദ്രശേഖരും അറിയുകയാണ് കേട്ടോ. ഉടനെ തന്നെ നാട് വിട്ടു പോകാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് പുറത്തോട്ടിറങ്ങുന്ന ശ്രീകാന്തിനെ ദീപ്തി വന്ന് തടയുന്നുണ്ട്. ശ്രീകാന്തേട്ടൻ എങ്ങോട്ടേക്കായി ഈ രാത്രിയിൽ പെട്ടിയും കിടക്കുകയൊക്കെ ആയിട്ട് എങ്ങോട്ടെങ്കിലും ഒളിവിൽ താമസം മാറാൻ പോവുകയാണോ? എന്താടി, നീ എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കുകയാണോ? എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം നീ ആളായിട്ടില്ലടി എന്നും പറഞ്ഞുകൊണ്ട് ദീപ്തി അയാളെ തട്ടി മാറ്റുകയാണ്. എന്നാലും ദീപ്തി വീണ്ടും വന്ന് അയാളെ തടഞ്ഞു നിർത്തുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കറിയാവടോ തന്നെ പോലെ ഒരു വൃത്തികെട്ടവനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ കണ്ടിട്ടില്ല. എൻ്റെ വരുണിനെ കൊന്നത് നിങ്ങളാണെന്ന് ഞാൻ അറിഞ്ഞു. എന്നിട്ടും ഞാൻ നിങ്ങളെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യാതൊരു കുറ്റബോധവും ഇല്ലാതെ നിൽക്കുന്ന കണ്ടില്ലേ? എന്നിട്ട് ആ കുറ്റം വിക്രമേട്ടന്റെ തലയിൽ കെട്ടിവെച്ച് വിക്രമേട്ടനെ ജയിലിലാക്കാനായിരുന്നില്ലേ നിങ്ങളുടെ പ്ലാൻ? എല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. വരുണിന്റെ അച്ഛൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി. അയാൾ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇന്നുണ്ടാകും. അത് മാത്രമല്ല, ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്. പോലീസ് ഇപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വരുമെന്നൊക്കെ ദീപ്തി പറയുക കേട്ടോ. നിങ്ങൾ എങ്ങോട്ടേക്കും പോകില്ല, പോയാലും നിങ്ങൾക്ക് അങ്ങനെ രക്ഷപ്പെടാനാകില്ല എന്നൊക്കെ തന്നെ ദീപ്തി തറപ്പിച്ച് പറയുന്നുണ്ട്. ശ്രീകാന്ത് പറയുന്നുണ്ട്, അതിന് നിന്റെ സമ്മതം ആർക്ക് വേണവടി? നീ അറിഞ്ഞതൊക്കെ സത്യം തന്നെയാ. ഇനി ഞാനത് നിഷേധിക്കുന്നൊന്നുമില്ല. വരുണിനെ കൊന്നതും ആ കുറ്റം വിക്രമിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയതും എല്ലാം ഞാൻ തന്നെയാ. അതിനിപ്പോൾ എന്നാ വേണം? കൊല്ലും കൊലയും തെമ്മാടത്തിലും ഒക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്നവന്മാരെ ഈ വീട്ടിൽ കയറി പെണ്ണാലോചിച്ച് വന്നാലേ പിന്നെ എന്നാ ചെയ്യണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ശ്രീകാന്ത് അങ്ങ് വല്ലാണ്ട് വയലന്റ് ആവുകയാണ് കേട്ടോ. പിന്നൊരു കാര്യം, ഞാനാണ് വരുണിനെ കൊന്നതെന്നുള്ളതിന് ഒരു തെളിവും ഇല്ലടി. അതിനൊരു സാക്ഷി പോലും ഇല്ല. പിന്നെ എങ്ങനെ അത് ഞാനാ ചെയ്തതെന്നുള്ളത് ഉറപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണെ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങോട്ട് മാറി നില്ലടി എന്നൊക്കെ പറയുകയാണ് ദീപ്തിയോട്. ഈ സമയത്ത് താഴത്തെ ഈ ഒച്ചയും ബഹളമൊക്കെ കേട്ടോണ്ട് തന്നെ ശങ്കരനാരായണൻ അങ്ങോട്ടേക്ക് വരികയാണ്. വന്നിട്ട് പറയുന്നുണ്ട്, എന്താ ഇവിടെ ഓരോ ഒച്ചയും ബഹളമൊക്കെ? ദീപ്തി പറയുന്നുണ്ട്, അച്ഛാ ഇയാളാണ് അച്ഛാ എൻ്റെ വരുണിനെ കൊന്നത്. എന്നിട്ട് ആ കുറ്റം വിക്രമേട്ടൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയത് ഇയാളെ വിശ്വസിക്കരുത് അച്ഛാ, ഇയാളാണ് കൊലയാളി എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്തിനെ കൈ ചൂണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അത് കേട്ടോണ്ട് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ആണോ ദീപ്തി പറയുന്നതൊക്കെ ശരിയാണോടാ?
ശ്രീകാന്ത് ആ സമയത്ത് തല കുനിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്കുമ്പോഴേക്കും അയാൾ വീണ്ടും പറയുന്നുണ്ട്, നിനക്ക് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, നീയാണോ ഈ കൊലയ്ക്ക് പിന്നിൽ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് ശങ്കരനാരായണനോട് പൊട്ടിത്തെറിച്ചോണ്ട് പറയുന്നുണ്ട്, അതെ, അതിനിപ്പോൾ എന്ത് വേണം? അതെ, അവൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാ, വരുണിനെ കൊന്നത് ഞാൻ തന്നെയാ. എന്നിട്ട് ആ കുറ്റം വിക്രമിന്റെ തലയിൽ കെട്ടിവെക്കാനും നോക്കി. അതിൽ നിന്നൊക്കെ അവൻ രക്ഷപ്പെട്ടു. പുളിക്കിനെ കൊല്ലേണ്ടി വന്നതും അവൻ കാരണമാ, ആ വിക്രം കാരണം. എന്നിട്ടും അവൻ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ട് നടക്കുകയല്ലേ. ഇനി എന്തായാലും അവൻ രക്ഷപ്പെടുകയൊന്നുമില്ല. അവൻ ഇനി അധികം ആയുസ്സൊന്നുമില്ല. അനിയൻകുട്ടൻ മാത്രമേ ഉള്ളൂ പുളിക്കിനെ കൊന്നതിന് ഏക ദൃക്സാക്ഷി. അവന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം വിക്രമിന്റെ തലയിൽ തന്നെ ആയിരിക്കും കിടന്ന് ഉരുളാൻ പോകുന്നത്. വിക്രമിനെ ആജീവനാന്തകാലം ജയിലിൽ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയാണ് കേട്ടോ ശ്രീകാന്ത്. ദീപ്തിയും ശങ്കരനാരായണനും പത്മവും ഒക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ. ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ഇത്രയും കുറ്റം ചെയ്ത് നിന്നെ വെറുതെ വിടാനോ? ഒരിക്കലുമില്ല. നിന്നെ പോലീസുകാർക്ക് മുമ്പിൽ പിടിച്ചു കൊടുക്കാൻ പോകുന്നത് ഞാൻ തന്നെയാണ്. അതിന് നിങ്ങൾ പറയുന്നത് കേട്ട് നിൽക്കാൻ ഞാൻ എന്താ കുഞ്ഞു കൊച്ചുവല്ലോ ആണോ? എന്നെ ആരും കൂടുതൽ ഭരിക്കാനൊന്നും വരണ്ട. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. എന്നെ തടയാൻ ആരും നോക്കണ്ട. അങ്ങനെ ആരെങ്കിലും എന്നെ തടയാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ശ്രീകാന്ത് ആരെന്നുള്ളത് എല്ലാവരും അറിയും എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ശങ്കരനാരായണൻ്റെ അടുത്ത് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത്. എന്നെ തടയാൻ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛനാണെന്ന് പോലും ഞാൻ നോക്കുകയില്ല എന്നൊക്കെ തന്നെ പറയുകയാണ്. വിക്രമിനെതിരെ ആദ്യം അച്ഛനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളത് ഓർക്കണം. പോലീസിനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അച്ഛൻ്റെ അറിവോട് കൂടിയാണ് ഞാൻ ചെയ്തെന്ന് അങ്ങ് പറയും. പിന്നെ അച്ഛനും ഇതിൽ പങ്കുണ്ടെന്ന് ഞാൻ വരുത്തി തീർക്കും. വെറുതെ കാര്യങ്ങളൊക്കെ അത്രത്തോളം എത്തിക്കേണ്ട ആവശ്യമുണ്ടോ? മാറ്, എനിക്ക് രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ. എനിക്കിനി ഇവിടെ നിൽക്കാൻ അധികം നേരമൊന്നുമില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് വഴി മാറ് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ശ്രീകാന്ത് വേഗം പുറത്തേക്ക് ഇറങ്ങി ബാഗൊക്കെ എടുത്ത് കാറിലോട്ട് കയറ്റി വെക്കുകയാണ്. ഇപ്പറേ സൈഡിൽ വന്ന് ഡോർ തുറന്ന് അകത്തേക്ക് കയറിയിരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും തന്നെ ഗേറ്റിന്റെ മുമ്പിൽ ഒരു വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. വാസുവിനും വാസുവിന്റെ ഗുണ്ടകളും കൂടിയായിരുന്നു കേട്ടോ അത്. അയാളും അയാളുടെ ഗുണ്ടകളും കൂടി പെട്ടെന്ന് ഇറങ്ങി വന്ന് ശ്രീകാന്തിന്റെ കാറിന്റെ ഡോറ് തുറന്ന് അയാളെ അതിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് ഇടുന്നുണ്ട്. എന്റെ മകനെ കൊന്നിട്ട് അത്ര പെട്ടെന്ന് നീ രക്ഷപ്പെട്ടു പോകാന്ന് കരുതിയോടാ? നിന്റെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ നിന്നെ ഞാൻ കൊല്ലാൻ പോവാടാ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അയാളെ കൊല്ലാനായിട്ടുള്ള കത്തിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ വാസവൻ. പെട്ടെന്ന് തന്നെ പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നതുകൊണ്ട് അവർ വന്ന് പെട്ടെന്ന് വാസുവിനെ തടയുന്നുമുണ്ട്. നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട, നിന്നെ ഞാൻ തീർത്തിരിക്കും. എന്നെ നീ ചതിക്കായിരുന്നു അല്ലേ? നിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി എൻ്റെ മകൻ്റെ ജീവിതമാണ് നീ ഇല്ലാതാക്കിയത്. എൻ്റെ മകനെ കൊന്ന നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. ഇതിനുള്ള ശിക്ഷ നിനക്ക് ഞാൻ തന്നിരിക്കും എന്നൊക്കെ തന്നെ പറഞ്ഞ് വാസുവൻ അങ്ങ് ഭയങ്കര കലിപ്പിൽ സംസാരിക്കുകയാണ് ശ്രീകാന്തിനോട്. പോലീസുകാരെല്ലാവരും വട്ടം കൂടിയതോടുകൂടി തന്നെ ശ്രീകാന്തിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ശ്രീകാന്തിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കാണുമ്പോഴേക്കും ദീപ്തിക്ക് സന്തോഷമാവുകയാണ് കേട്ടോ. കാരണം താൻ ജീവനെ പോലെ സ്നേഹിച്ച വരുണിന്റെ കൊലയ്ക്ക് പിന്നിൽ ശ്രീകാന്ത് ആണല്ലോ. അയാൾക്ക് തക്കതായ ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ് ദീപ്തിയും ആഗ്രഹിച്ചിരുന്നത്. സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി തൻ്റെ പെങ്ങന്മാരുടെ ജീവിതം പോലും ഇല്ലാതാക്കാൻ നോക്കിയ ഇവനെപ്പോലെ ഒരു ക്രൂരൻ ഇനി ഈ വീട്ടിൽ വേണ്ടാന്നുള്ളൊരു തീരുമാനം തന്നെയാണ് ശങ്കരനാരായണനും പത്മവും കൂടി എടുക്കുന്നത്. അങ്ങനെ അധികം വൈകാതെ തന്നെ ഈ വിവരങ്ങളെല്ലാം വേദനയും വിക്രമും അറിയുന്നുണ്ട്. ഇനി ഈ ഒളിച്ചുകളിയുടെ ആവശ്യമൊന്നുമില്ല. വിക്രം നിരപരാധിയാണെന്ന് ഇപ്പം എല്ലാവർക്കും ബോധ്യമായി. വരുണിൻ്റെയും പുളിക്കിൻ്റെയും കൊലയ്ക്ക് പിന്നിൽ ശ്രീകാന്തേട്ടനാണെന്ന് ഇപ്പം എല്ലാവർക്കും ബോധ്യമായി. ശ്രീകാന്തേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. വാസുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അയാളുടെ കൂടെ നിന്ന് ഒറ്റയത് ആരാണെന്നൊക്കെ അയാൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് തന്നെ നമുക്ക് തിരിച്ചങ്ങോട്ടേക്ക് പോകാം. എന്തായാലും പോലീസുകാർ അയാളെ അറസ്റ്റ് ചെയ്താൽ നന്നായി. അയാൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയെന്നുള്ളത് കോടതിക്ക് മുമ്പിൽ എനിക്ക് തെളിയിക്കാമല്ലോ. എന്നോടും ദീപ്തിയോടും അയാൾ ചെയ്ത ക്രൂരതകൾക്കൊക്കെ എണ്ണി എണ്ണി അയാളെ കൊണ്ട് ഞാൻ മറുപടി പറയിപ്പിക്കും. സമൂഹത്തിന് മുമ്പിൽ അയാളെ ഞാൻ വലിച്ചു കീറും. അയാൾ പകൽമാനിനെ പോലെ ചമഞ്ഞ് നടക്കുകയായിരുന്നല്ലോ. അയാളുടെ എല്ലാ കള്ളത്തരങ്ങളും ദുഷ്ടത്തരങ്ങളും ഒക്കെ ഞാൻ പുറത്തു കൊണ്ടുവരുമെന്ന് വേദ പറയുകയാണ്. അത് കേട്ട് വിക്രമിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. വിക്രം നിരപരാധിയാണെന്ന് അറിയുമ്പോഴേക്കും വിക്രമിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഇവരുടെ തിരിച്ചു വരവിനായി അവരും കാത്തിരിക്കുകയാണ്. അനിയൻകുട്ടനെ പേടിയൊക്കെ മാറി തുടങ്ങി. അവൻ ഇപ്പോൾ പഴയ സ്ഥിതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആരെയും പേടിക്കാതെ നമുക്ക് അങ്ങോട്ടേക്ക് ധൈര്യമായിട്ട് ചെല്ലാമല്ലോ. വാസുവിനും ഇപ്പോൾ എല്ലാ സത്യങ്ങളും മനസ്സിലായതുകൊണ്ട് ഇനി ഒന്നും പേടിക്കാനില്ല എന്നൊക്കെ തന്നെ നമ്മുടെ വിക്രമം പറയുകയാണ്. അങ്ങനെ ഇവർ തിരിച്ച് നാട്ടിലേക്ക് തന്നെ ചെല്ലുന്നുണ്ട് കേട്ടോ. നേരത്തെ തന്നെ വാസവനും കൂട്ടുകാരും ജോസഫിനെയും അതുപോലെ രാജുവേട്ടനെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ അടുക്കിലേക്ക് തന്നെ സേഫായിട്ട് അനിയൻകുട്ടനെയും കൊണ്ട് എത്തിക്കുന്നുണ്ട് വിക്രമം വേദയും തിരിച്ചു ചെല്ലുന്നത് വിക്രമിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ ഇവരെ കാണുമ്പോഴേക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അതുപോലെ തന്നെ വേദ തിരിച്ച് വീട്ടിൽ വന്ന് ശങ്കരനാരായണനോടും പത്മത്തിനോടും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. കോടതിക്ക് മുമ്പിൽ അയാളെ ഞാൻ വലിച്ചു കീറും, അയാളുടെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ പുറത്തു കൊണ്ടുവരും എന്നൊക്കെ തന്നെ ശങ്കരനാരായണനോട് പറയുന്നുണ്ട്. ആ സമയത്ത് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, മോളെ, നീതിയുടെ കൂടെയേ ഞാൻ നിൽക്കുകയുള്ളൂ. ഇത്രയും നാളും നീതിക്ക് നിരക്കാത്തതായിട്ടുള്ള ഒരു വിധിയും ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിലും അങ്ങനെ തന്നെ. പ്രതികൂട്ടി നിൽക്കുന്നത് എൻ്റെ സ്വന്തം മകനാണെന്നുള്ള ഒരു പരിഗണന പോലും ഞാൻ അവന് കൊടുക്കില്ല. മോള് പറഞ്ഞ പോലെ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നുള്ളൊരു മനോഭാവം തന്നെയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് മോള് ധൈര്യമായിട്ട് കോടതിയിൽ വാദിച്ചോ എന്നൊക്കെ ശങ്കരനാരായണൻ പറയുകയാണ്. കോടതിയിൽ തെളിവിനായിട്ട് അനിയൻകുട്ടനെയും ഹാജരാക്കുന്നുണ്ടായിരുന്നു. പുളിക്കിനെ ഇയാളും ചന്ദ്രശേഖരനും കൂടെ കുത്തിക്കൊല്ലുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണെന്ന് തന്നെ അനിയൻകുട്ടൻ കോടതിക്ക് മുമ്പിലായിട്ട് മൊഴി കൊടുക്കുന്നുണ്ട്.
അനിയൻകുട്ടൻ ധൈര്യത്തോടെ തന്നെ എല്ലാ കാര്യങ്ങളും കോടതിക്ക് മുമ്പിൽ പറയുന്നതോട് കൂടി തന്നെ കൊലയ്ക്ക് പിന്നിൽ ഇയാളാണെന്ന് ബോധ്യമാവുന്നുണ്ട്. അതിനുശേഷം വേദ അയാളെ കോടതിക്ക് മുമ്പിലിട്ട് വലിച്ചു കയറുന്നുണ്ട്. ഇയാൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്രൂരതകളെല്ലാം ചെയ്തെന്നുള്ളത് എണ്ണി എണ്ണി വേദ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ സ്വത്തുക്കളും കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകം കൂടിയാണ് ഇയാളും ഇയാളുടെ അമ്മായച്ചനും കൂടി കളിച്ചതെന്ന് വേദ എല്ലാവരുടെയും മുമ്പിൽ തുറന്നു പറയുന്നതോടുകൂടി തന്നെ അയാൾ എത്ര വലിയ ക്രൂരനാണെന്ന് എല്ലാവർക്കും ബോധ്യമാവുന്നുണ്ട്. അങ്ങനെ കോടതിയിൽ ശ്രീകാന്തിന് ജയിൽവാസമാണ് ശിക്ഷയായിട്ട് കൊടുക്കുന്നത്. 2 കൊല ചെയ്ത് ഇയാൾക്ക് 30 വർഷം കഠിന തടവാണ് കോടതി വിധി വന്നിരിക്കുന്നത്. ജയിലിൽ പോയാലും ഇയാൾ നന്നാകാനൊന്നും പോകുന്നില്ലെന്നുള്ളത് നമ്മുടെ ദീപ്തിക്കും വേദയ്ക്കും ഒക്കെ അറിയാം. എന്നാൽ പോലും ഇയാളുടെ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് പുറത്തു വരാൻ നോക്കും. ഇയാൾ ആഗ്രഹിച്ച പോലെ എൻ്റെ ജീവിതത്തിനെ വിക്രമിനെ ഒഴിപ്പിച്ച് കളയാനാവില്ല. അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് വിക്രമിൻ്റെ കൂടെ ആയിരിക്കും. ഞാൻ വിക്രമിൻ്റെ ഭാര്യയായി വിക്രമിൻ്റെ കൂടെ തന്നെ ജീവിക്കും. അതുപോലെ എനിക്ക് അവകാശപ്പെട്ട എല്ലാ സ്വത്തുക്കളും ഞാൻ വിക്രമിൻ്റെ പേരിൽ എഴുതി കൊടുക്കും. ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളത് അനുഭവിക്കും. അതിൽ നിന്ന് ഒരു തരി സ്വത്ത് പോലും ഞാൻ ശ്രീകാന്തേട്ടന് തരില്ല. അതോർത്ത് വ്യാമോഹിക്കുകയും ചെയ്യേണ്ടെന്നൊക്കെ തന്നെ പറഞ്ഞിട്ടാണ് അയാളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതും. അതുപോലെ മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. വിക്രമിൻ്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്നല്ലേ താൻ പറഞ്ഞത്? എന്നാ കേട്ടോ, എൻ്റെ വയറ്റിൽ വിക്രമിൻ്റെ കുഞ്ഞ് ജന്മം എടുത്തു കഴിഞ്ഞു. അധികം വൈകാതെ തന്നെ വിക്രമിൻ്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കുകയും ചെയ്യും. ഞങ്ങളുടെ കുഞ്ഞുമായിട്ട് ഞാൻ ആ തറവാട്ടിൽ വരികയും ചെയ്യും. നിങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാൻ നോക്കിയ സകല സ്വത്തുക്കളുടെയും ഏക അവകാശിയാണ് എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ്. അതിൽ നിന്ന് ഒരു തരി സ്വത്ത് പോലും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. അത് ഞാൻ സമ്മതിക്കത്തുമില്ല എന്നൊക്കെ തന്നെ പറയുകയാണ് വേദ. ഇത്രയും നാളും താനിരുന്ന് രസിച്ച കസേരയിലെ ഇനി ഞാൻ വിക്രമിനെ ഇരുത്തും. എല്ലാ സ്ഥാപനങ്ങളുടെയും എല്ലാ ഫാക്ടറികളുടെയും തലപ്പത്ത് എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ ഞാൻ വിക്രമിനെ തന്നെ അവിടെ ഇരുത്തും എന്നൊക്കെ തന്നെ പറയുകയാണ് വേദ. അങ്ങനെ വേദ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് കേട്ടോ ശ്രീകാന്ത്. എല്ലാ രീതിക്കും തകർന്നു പോയി, എല്ലാ രീതിക്കും വലിയൊരു തകർച്ചയായി പോയി എന്നൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് ശ്രീകാന്ത്. അങ്ങനെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്നുള്ളൊരു നിരാശയോടുകൂടി തന്നെ ശ്രീകാന്ത് പോലീസുകാരോടൊപ്പം ജയിലിലേക്ക് പോകുന്നുണ്ട്.